കൂട്ടുകാരെ, സൈക്കോ സുഷന്റെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പതിവ് പോലെ ഒരു അടിപൊളി ചെടിയുമായിട്ടാണ് കേട്ടോ ഇന്ന് എത്തിയിരിക്കുന്നത്. പല നിറങ്ങളിൽ കാണപ്പെടുന്ന സീനിയ എന്ന ചെടിയെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എത്ര ചൂട് ആണെങ്കിലും ജീവിക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സീനിയ എന്ന് പറയുന്നത്. ഏത് കാലാവസ്ഥയ്ക്കും അനുസരിച്ച് ഇവയ്ക്ക് ജീവിക്കാൻ കഴിയും കേട്ടോ. സീനിയ എന്ന് പറയുന്ന ഈ ചെടി ഏറ്റവും കൂടുതലായിട്ട് വളർന്നു വരുന്നത് വിത്തുകൾ വഴിയാണ് കേട്ടോ. വിത്തുകൾ പൊട്ടി വീണാണ് ഇവ സ്പ്രെഡ് ചെയ്താണ് ഏറ്റവും കൂടുതലായിട്ട് ഇവ വളർന്നു വരുന്നത്. കൂട്ടുകാരെ, ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്ന നമ്മുടെ പ്രദേശങ്ങളിലും പിന്നെ ഫലഭൂഷ്ടമായ നല്ല മണ്ണ് ഉള്ള സ്ഥലങ്ങളിൽ, നീർവാഴ്ചയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നല്ല രീതിയിൽ നമുക്ക് വളർന്നു കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും വിത്തുകൾ പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് നമുക്ക് ഈ ചെടി പിന്നും എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നമുക്ക് കൂടുതലായിട്ട് ഈ ചെടികൾ കണ്ടുവരുന്നത്. സാധാരണ രീതിയിൽ ഇതിന് പൂക്കളെത്തി കൂടുതലായിട്ട് കിട്ടുക ചെയ്യുന്നത്. നമ്മുടെയൊക്കെ സസ്യശാസ്ത്രജ്ഞനായ ജോഹാൻ ഗോട്ട്ഫ്രൈഡ് സിന്നിൻ്റെ പേരിലാണ് നമ്മുടെ സീനിയാസ് എന്ന ഇതിൽ അറിയപ്പെടുന്നത്. ഇവ മെക്സിക്കോ സ്വദേശികളാണ്. ഈ ചെടി ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ ഉയരം വരെയൊക്കെ വളരുന്നുണ്ട്. ഇപ്പോൾ ചില സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സൂര്യപ്രകാശം കിട്ടുന്നതിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മണ്ണിൻ്റെയൊക്കെ പ്രത്യേകതകൾ കൊണ്ട് ചിലത് നല്ല രീതിയിൽ ഒഴിഞ്ഞു വരാറുണ്ട്. എന്നാലും ഇത് 30 സെൻറ്റിമീറ്ററിൻ്റെ മേളിൽ ഇത് പോകാറില്ല. സാധാരണ രീതിയിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. ഒറ്റപ്പെട്ട് സാധാരണ രീതിയിൽ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ അത് വിത്ത് പൊട്ടി വീണ് അവിടെ തന്നെ പിന്നെ അത് സ്പ്രെഡ് ആവുക ചെയ്യുന്നത് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒറ്റ പൂങ്കുലകളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ പൂവിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ സീഡ് കാണപ്പെടുന്നത് കേട്ടോ. കറുപ്പും വെള്ളയുമായി ചേർന്ന് മഞ്ഞ വെള്ള ആ രീതിയിലുള്ള ഒരു ആ ജമന്തിയുടെയൊക്കെ ആ ഒരു ടൈപ്പിലുള്ള വിത്തുകളാണ് കേട്ടോ സെൻറ്ററിലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അതിന് ചുറ്റിലുമാണ് നമ്മുടെ പൂക്കളിൻ്റെ ഇതളുകൾ കാണപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് സീഡ് നമുക്ക് ആദ്യമേ കാണാൻ കഴിയും. ആ രീതിക്കാണ് ഈ ചെടി പൂത്തൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതളുകളെല്ലാം പോയതിന് ശേഷം അവിടെ നിന്ന് തന്നെ ഉണങ്ങുകയും പൊട്ടി നമ്മുടെ താഴോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് തന്നെ അതൊക്കെ പൊടിച്ച് കയറുക ചെയ്യുന്നത്. സാധാരണ ഇത് നമുക്ക് വേണമെങ്കിൽ വിത്തെടുത്ത് നമ്മൾ സാധാരണ ഇത് നമുക്ക് മാറ്റി നടുകയും ചെയ്യാം. വേനൽക്കാലങ്ങളിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇത് സാധാരണ പൂക്കുന്നത്. വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ പൂക്കൾ കിട്ടുന്ന സമയവും നമ്മുടെ ഈ വേനൽക്കാല മാസങ്ങളാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സീനിയ എല്ലാം ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടതാണ് കേട്ടോ. അതാണ് നല്ല കുഞ്ഞനായിട്ട് തന്നെ അവർ നട്ട് വളർത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സീനിയ എല്ലാം ഞങ്ങൾ കണ്ടത് നമ്മുടെ വസന്തോത്സവത്തിലാണ്. കനകക്കുന്നിൽ വെച്ച് നടന്ന വസന്തോത്സവത്തിലാണ് കേട്ടോ ഞങ്ങളിതെല്ലാം വീഡിയോ എടുക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. പല നിറങ്ങളിലും ഇത്രയും കളറുകൾ ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഒരുപാട് കളറുകൾ ഉണ്ടായിരുന്നു. അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. എല്ലാ കളറും കൂടെ ഈ ചേർന്ന് നിൽക്കുന്നത് കാണാൻ നല്ല മനോഹരമായിരുന്നു കേട്ടോ. സൂപ്പർ തന്നെയായിരുന്നു. കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഈ ചെടികൾക്ക് ചരിത്രം പറയാനുണ്ട്. പക്ഷേ ചരിത്രം നമുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കുകയാണെങ്കിൽ കിട്ടുന്നതായിരിക്കും. നമ്മളത് പറയാൻ എന്ന് പറഞ്ഞാൽ ഇത് വായിൽ കൊള്ളാത്ത രീതിയിലുള്ള ഒരുപാട് പേരുകളായിരുന്നു. ഇതിനൊരു ചരിത്രം ഉണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് സീനിയ എന്ന പേര് വന്നതെന്നും അതിന്റെ ചരിത്രം തുടങ്ങുന്നത് 1789 കേട്ടോ. ചരിത്രം ആരംഭിക്കുന്നത് 1789. നമ്മൾ നേരത്തെ ശാസ്ത്രജ്ഞന്മാര് ഒരുപാട് പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇത് ഈ ചെടിയിൽ ചെയ്തിട്ടുണ്ട്. അതെ, പല പേരുകൾ നിർദ്ദേശിച്ച് അവസാനം ലാസ്റ്റ് ആണ് സീനിയ എന്ന പേര് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്നപ്പോൾ ഇത് സാധാ സീനിയ എന്നുള്ള രീതിയിൽ മാറി. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടൻ ചെടിയാണ് കേട്ടോ. നാടൻ സീനിയാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കൃഷിരൂപം കാട്ടുരൂപത്തിൽ നിന്നും സങ്കര ഇനം വഴിയാണ് ഗാർഡൻ സീനിയായി വളർന്നത്. നമ്മൾ ഇതുപോലുള്ള സാധാ കാട്ടുരൂപമായിരുന്നു സാധാരണ സീനിയ. ഈ സീനിയാണ് അവർ ഹൈബ്രിഡാക്കി സങ്കര ഇനം രീതിയിലൊക്കെ വളർത്തിയെടുത്ത് നമ്മൾ ആദ്യം കണ്ട ആ രീതിയിലേക്ക് കൊണ്ടുവന്നു. നിരവധി നിറങ്ങളിലും വലിപ്പങ്ങളിലും രൂപങ്ങളിലുമുള്ള 100 കണക്കിന് കൃഷിയിനങ്ങളിലുള്ള ജനപ്രിയ പൂന്തോട്ട സസ്യമാണ് നമ്മുടെ സീനിയ. സാധാരണ രീതിയിൽ ഇത് ഒരു 15 സെൻറ്റിമീറ്ററൊക്കെ ഉയരുമെങ്കിലും നിങ്ങൾ ഈ കാട്ടുരൂപത്തിലുള്ളത് അങ്ങനെയല്ല, അതിൽ നിന്നും ഉയർന്ന് വരാറുണ്ട്. പൂക്കളുടെ നിറങ്ങൾ വെള്ള, ക്രീം നിറങ്ങൾ മുതൽ പിങ്ക്, ചുമപ്പ്, പർപ്പിൾ നിറങ്ങൾ വരെയും പച്ച, മഞ്ഞ, ആപ്രിക്കോട്ട്, ഓറഞ്ച്, സാൽമൺ, വെങ്കലം വരെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാണപ്പെടുന്നു. ചിലത് വരകളുള്ളതോ പുള്ളികളുള്ളതോ ദ്വിവർണ്ണമുള്ളതോ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഡാലിയകളോട് സാമ്യമുള്ള പോംപോ രൂപങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഡാലിയ പൂക്കളുണ്ടല്ലോ, അതുമായിട്ട് നല്ല സാമ്യമുണ്ട് നമ്മുടെ ഈ സീനിയ എന്ന് പറയുന്ന ഈ ചെടിക്ക് കേട്ടോ.
കുള്ളൻ ഇനങ്ങൾ 90 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 അടി ഉയരം വരെയുള്ള വലിപ്പങ്ങളുള്ളതാണ് നമ്മൾ ഈ ചെടി എന്ന് പറഞ്ഞാൽ കാട്ട് രീതിയിലുള്ള ചെടിയുടെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞത് കേട്ടോ. ഈർപ്പമുള്ള കാലാവസ്ഥയിൽ സീനിയകൾക്ക് സാധാരണയായി കാണപ്പെടുന്ന പൗഡറി മിൽഡ്യൂ അടുത്തിടെ വികസിപ്പിച്ച ഇനങ്ങളിൽ കുറവാണ്. അവ പ്രതിരോധശേഷി ഉള്ളവയുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്ന നമ്മുടെ സീനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. എളുപ്പത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. നീർവാഴ്ചയുള്ള സ്ഥലങ്ങളിലൊക്കെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് വളർന്നു കിട്ടുന്ന ഒരു ചെടിയാണ് സീനിയ എന്ന് പറയുന്നത്. വരണ്ടതും ചൂടുള്ളതും മഞ്ഞുരഹിതവുമായ പ്രദേശങ്ങളിലാണ് ഇവ ഏറ്റവും നന്നായി വളരുന്നത്. കൂടാതെ പല ഇനങ്ങളും വരൾച്ചയെ പ്രതിരോധിക്കുന്നതുമാണ് നമ്മുടെ ഈ സീനിയയുടെ പല ഇനങ്ങളും. നമ്മുടെ നാട്ടിൻപുറത്തെ നേഴ്സറികളിലും നമുക്ക് സുലഭമായിട്ട് നമ്മുടെ സീനിയ ചെടി കിട്ടും കേട്ടോ. എല്ലാ പല കളറുകളിലുള്ളതും ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ പല ഗാർഡനിലും പോയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലും ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സീനിയയുടെ വിത്തുകൾ നമുക്ക് സൂക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ഈ ചെടിയുടെ വിത്തുകൾ നല്ല രീതിയിൽ ഉണക്കിയതിന് ശേഷം അത് നമുക്ക് ഒരുപാട് തണുപ്പില്ലാത്ത രീതിയിലുള്ള പ്രതലങ്ങളിൽ ഇത് മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചെറിയ ചൂടുള്ള സമയത്ത് മാത്രമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിനൊന്ന് പൊടിപ്പിച്ചെടുത്താൽ നല്ല രീതിയിൽ ഫലഭൂയിഷ്ടമായിട്ടുള്ള പൂക്കൾ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡീറ്റെയിൽസ്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എപ്പോഴും പറയുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്